പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ 70% ആൾക്കാരെയും ബാധിക്കുന്ന ഒരു രോഗത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പലർക്കും അത് സംശയം തോന്നിയേക്കാം, എന്താണ് ഈ രോഗം എന്നുള്ളത്. ആ രോഗം മറ്റൊന്നുമല്ല, പ്രീ ഡയബറ്റിസ് എന്ന് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. നിങ്ങളിൽ ചിലരെങ്കിലും അത് കേട്ടിട്ടുണ്ടാവാം, എന്താണ് പ്രീ ഡയബറ്റീസ് എന്നും. അതുപോലെ തന്നെ ആ പ്രീ ഡയബറ്റീസിനെ നമ്മൾ നല്ലപോലെ ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നും ഉള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീ ഡയബറ്റീസിനെ ചിലർ ബ്രോഡ് ലൈൻ ഡയബറ്റീസ് എന്നും വിളിക്കാറുണ്ട്. അതായത് ചിലരുടെ രക്തത്തിലെ പഞ്ചസാര നോക്കുമ്പോൾ അത് നോർമൽ ആയിരിക്കുകയില്ല, പക്ഷേ അത് ഡയബറ്റിക് റേഞ്ചിൽ ആയിരിക്കുകയുമില്ല. അതായത് നോർമലിനും ഡയബറ്റിക് റേഞ്ചിലും ഇടയ്ക്കുള്ള കുറച്ച് ബ്ലഡ് ഷുഗർ എക്സാമിനേഷൻ റിസൾട്ട്സ് ഉണ്ട്. അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 125 കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഡയബറ്റീസ് ആയിട്ട് ഡോക്ടർമാർ കണക്കാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ PPBS, അതായത് ആഹാരം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരം 200 കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണഗതിയിൽ ഡയബറ്റീസ് ആണെന്ന് മുദ്ര കുത്താറുള്ളൂ. 3 മാസത്തെ ആവറേജ് നോക്കുമ്പോൾ അത് 6.5 മുതൽ മുകളിലേക്കാണെങ്കിൽ മാത്രമേ ഡയബറ്റീസ് ആയിട്ട് കണക്കാക്കാറുള്ളൂ. പക്ഷെ ചിലരുടെ രക്തം പരിശോധിക്കുമ്പോൾ ഈ റീഡിങ്ങിന്റെ അത്രയും വരുന്നില്ല, പക്ഷേ നോർമൽ റീഡിങ് അല്ലതാനും. ഉദാഹരണമായിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പോൾ 100 താഴെയാണെങ്കിൽ അത് നോർമലാണ്, 100 മുതൽ 124 വരെ ആണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ്, 125 മുതലാണെങ്കിലാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാര PPBS നോക്കുമ്പോൾ അത് 140 താഴെയാണെങ്കിൽ നോർമലാണ്, 140 മുതൽ 199 വരെ ആണെങ്കിൽ അത് പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ്. 200 കൂടുതലാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ഡയബറ്റീസ് ആയിട്ട് പറയുകയുള്ളൂ. 3 മാസത്തെ രക്തത്തിലെ ആവറേജ് പഞ്ചസാര പരിശോധിക്കുന്ന HbA1c, അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ നോക്കുമ്പോൾ അത് 6.5 കൂടുതലാണെങ്കിൽ ഡയബറ്റീസ് ആണ്. 5.6 മുതൽ 6.4 വരെയുള്ള ഗ്രൂപ്പിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, ആ ഇടഭാഗത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ്. അപ്പൊ എന്താണ് ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ്? നിങ്ങൾ ചിലപ്പോൾ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് കൊണ്ട് ഒരു ഡോക്ടറെ സമീപിച്ചാൽ പലരും പറയും, നിങ്ങൾ മരുന്നൊന്നും കഴിക്കേണ്ട, ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി എന്ന് ഡോക്ടർമാർ പറയും. പക്ഷേ രോഗികൾ പലരും അതത്ര കാര്യമാക്കി എടുക്കാറില്ല. അവർ ഡോക്ടർ പറയുന്നത് പോലെയുള്ള ഡയറ്റ് ശ്രദ്ധിക്കുകയോ അതുപോലെ തന്നെ വ്യായാമം ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. അതൊരു ബോർഡർ ലൈൻ ഡയബറ്റീസ് ആണ്, അല്ലെ ചെറിയ രീതിയിൽ ഡയബറ്റീസ് ഉണ്ട്, ഡോക്ടർ മരുന്നൊന്നും കുറിച്ച് തന്നിട്ടില്ല, അതുകൊണ്ട് അതത്ര വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ അത് ശരിയായ ഒരു പ്രവണതയല്ല. ഈ പ്രീ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അത് ഡയബറ്റീസിന്റെ മുന്നോടിയായിട്ട് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. പ്രീ ഡയബറ്റീസിനെ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ച് നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിന് നമ്മൾ വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങൾ ചെയ്തില്ലെങ്കിൽ, ആസന്ന ഭാവിയിൽ, അതായത് ഒരു 6 മാസമോ 1 കൊല്ലമോ കഴിയുമ്പോൾ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് പിന്നിട്ട് അയാൾ ഡയബറ്റിക് സ്റ്റേജിലേക്ക് കടക്കും. അതായത് 1-2 മാസം കൊണ്ടല്ല ഈ പ്രമേഹം ഉണ്ടാകുന്നത്. റോം വാസ് ബിൽറ്റ് നോട്ട് ഇൻ എ സിംഗിൾ ഡേ എന്ന് പറയുന്നത് പോലെ പ്രമേഹം ഉണ്ടാകുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ, ഏതാണ്ട് 2-3 വർഷം മുമ്പ് മുതൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതായത് അതുകൊണ്ടുള്ള കുഴപ്പങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതുമൂലമുള്ള മെറ്റബോളിക് റേഞ്ച്, അല്ലെ മെറ്റബോളിക് ആയിട്ടുള്ള വ്യത്യാസം നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിലും പ്രമേഹം ഉണ്ടാകുന്നവർക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രീ ഡയബറ്റീസിനെ നിസാരമായിട്ട് കണക്കാക്കരുത്, പ്രീ ഡയബറ്റീസിനെ നമ്മൾ നല്ലപോലെ ചികിത്സിച്ച് ഭേദമാക്കണം എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്താണ് എൻ്റെ ഒരു സുഹൃത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. അദ്ദേഹത്തെ വലിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് പ്രീ ഡയബറ്റീസ് ഉണ്ട് എന്ന് മനസ്സിലായത്. അതായത് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ്. അപ്പോൾ പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഒരു പ്രമേഹ രോഗിക്ക് തുല്യമാണ്. അതായത് അവരുടെ രക്തക്കുഴലുകളിൽ പ്രമേഹം ഉണ്ടാക്കുന്ന ചേഞ്ചുകൾ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്.
അപ്പോൾ ഈ പ്രീ ഡയബറ്റീസിനെ നമ്മൾ വെറുതെ വിടരുത്. പ്രീ ഡയബറ്റീസിനെ ഒരു സുവർണ കാലഘട്ടം എന്നാണ് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗോൾഡൻ പീരീഡ് ഫോർ പ്രിവെന്റിങ് ഡയബറ്റീസ്. വളരെ നല്ല ഒന്നാണ് നമുക്ക് പ്രീ ഡയബറ്റീസ് സ്റ്റേജിലെ ഈ ഡയബറ്റീസിനെ കണ്ടെത്താൻ സാധിച്ചെങ്കിൽ. പക്ഷേ പലരും നമുക്ക് ഡയബറ്റീസ് ആയി കഴിഞ്ഞാണ് രക്തം പരിശോധിച്ച് അയാൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്ന് അറിയുന്നത്. പ്രീ ഡയബറ്റീസ് സ്റ്റേജിൽ തന്നെ നമ്മൾ ആ രോഗാവസ്ഥ കണ്ടെത്തുകയാണെങ്കിൽ, നമ്മൾ അതിനെ നിയന്ത്രിച്ച് നിർത്തുകയാണെങ്കിൽ, അല്ലെ അതിനെ ചികിത്സിച്ച് മാറ്റുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഡയബറ്റീസ് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അയാളുടെ ജീവിത ശൈലി ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വണ്ടി എടുക്കുമ്പോൾ യു ടേൺ എടുത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞതുപോലെ ഈ പ്രീ ഡയബറ്റീസ് ഉള്ളവർക്ക് അതിനെ നിയന്ത്രിച്ച് നിർത്തുവാണെങ്കിൽ തിരിച്ച് യു ടേൺ എടുത്ത് നോർമൽ ലൈഫിലേക്ക്, അതായത് പ്രീ ഡയബറ്റീസും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊരു പ്രത്യേകത ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. അതായത് ഈ പ്രീ ഡയബറ്റീസ് ഉള്ളവർക്കും ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രീ ഡയബറ്റീസ് ഇല്ലാതാക്കാൻ, അല്ലെ പ്രീ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ എന്തെല്ലാമാണ് ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടത്, അതിനെപ്പറ്റി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. രണ്ട് കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ വ്യായാമത്തിനും ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ നമ്മൾ പഞ്ചസാര തീർത്തും ഉപേക്ഷിക്കണം. നമ്മൾ മലയാളികളൊക്കെ ചോറ് ധാരാളം ഉണ്ടുന്നവരാണ്. ചോറിൻ്റെ അളവ് കുറയ്ക്കണം. തവിടുള്ള അരിയുടെ ചോറാണ് നമ്മൾ കഴിക്കേണ്ടത്. ചോറിൻ്റെ അളവ് കുറച്ച് നമ്മൾ കറികളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പച്ചക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കാം. കിഴങ്ങ് വർഗ്ഗം, അതായത് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തണം. മില്ലറ്റ്സ് അല്ലെ ചെറുധാന്യങ്ങൾ, റാഗി പോലെയുള്ള ചെറുധാന്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഓട്സ് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാം. പച്ചക്കറികൾ ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക. മധുരം കുറഞ്ഞ പഴങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഇങ്ങനെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വ്യായാമത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പ്രീ ഡയബറ്റീസിനെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ, അതായത് പ്രീ ഡയബറ്റീസ് വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഒരു പ്രതിഭാസം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതിനെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ വ്യായാമം കൂടിയേ കഴിയൂ. അപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ നമ്മൾ വ്യായാമത്തിന് വേണ്ടി നീക്കി വെക്കണം. അത് കൂടുതലും എയറോബിക് വ്യായാമങ്ങളാണ് നല്ലത്. അതായത് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ്, അതുപോലെ തന്നെ സൈക്ലിങ്, നീന്തല്, ജോഗിങ്, ട്രെഡ്മില്ല് നടക്കുക തുടങ്ങിയ പലതരം എയറോബിക് വ്യായാമങ്ങളുണ്ട്. അതൊരു 45 അല്ലെ 50 മിനിറ്റ് നമ്മൾ ചെയ്തിരിക്കണം. അതുകൂടാതെ ഈ മസിൽ സ്ട്രെങ്തനിങ്, അതായത് വെയിറ്റ് എടുത്തുള്ള എക്സർസൈസ്, ഡംബൽ ഉപയോഗിച്ചുള്ള എക്സർസൈസ്, അതൊരു 10 മിനിറ്റ് അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തിലും അതുപോലെ തന്നെ വ്യായാമത്തിലും നമ്മൾ വേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ടെങ്കിലും ആ പ്രീ ഡയബറ്റീസിനെ പൂർണ്ണമായിട്ടും നമുക്ക് മരുന്നില്ലാതെ ഭേദമാക്കാൻ കഴിയും. നമുക്ക് ഡയബറ്റീസ് വരത്തില്ല. ഡയബറ്റീസിനെ പ്രിവെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ ഓർക്കണം. അതായത് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഓർക്കണം. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയുഷ്കാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. രക്തം പലപ്പോഴായിട്ട് പരിശോധിക്കേണ്ടി വരും. ആശുപത്രിയിൽ പോകേണ്ടി വരും. പ്രമേഹത്തിന്റെ സങ്കീർണതകൾ വളരെ ഗൗരവ സ്വഭാവമുള്ളതാണ്. കണ്ണിന്റെ കാഴ്ച പോകുന്നു, ചിലരുടെ കിഡ്നി പോകുന്നു, ചിലരുടെ കാല് മുറിച്ച് കളയേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള നിരവധി സങ്കീർണതകൾ ഉള്ള ഒരു ഗൗരവ സ്വഭാവമുള്ള രോഗമാണ് പ്രമേഹം. അപ്പോൾ പ്രമേഹത്തെ വരാതിരിക്കണമെങ്കിൽ, പ്രമേഹം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലെ ആ രോഗത്തിനെ കണ്ടെത്തി പ്രീ ഡയബറ്റീസിനെ തുടച്ചു മാറ്റണം. എങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാതെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.